ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് മേഘമല എന്ന് പറഞ്ഞ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഈ അടുത്ത് കുറെ യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ട് ഇവിടെ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തപ്പോഴാണ് ഈ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുന്നത് തന്നെ. മൂന്നാറൊക്കെ പോലെ ചുറ്റിനും നിറയെ തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ നല്ല വ്യൂ പോയിന്റ്സും, അതായത് എങ്ങോട്ട് തിരിച്ച് ക്യാമറ വെച്ചെന്ന് പറഞ്ഞാലും നല്ല കിടിലും വ്യൂസ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോഴും അധികം സഞ്ചാരികൾ എത്തിപ്പെടാത്ത വളരെ മനോഹരമായ പീസ്ഫുൾ ആയ ഒരു സ്ഥലമാണ് മേഘമല. വെസ്റ്റേൺ ഗട്ട്സിലെ ഒരു ഹിഡൻ ഹെവൻ എന്ന് തന്നെ നമുക്ക് മേഘമലയെ വിശേഷിപ്പിക്കാവുന്നതാണ്. മേഘമലയെന്ന് മാപ്പിൽ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് റൂട്ട് കിട്ടില്ല. പകരം നിങ്ങൾ ഹൈവേസ് നിന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ ഇവിടേക്കുള്ള കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കമ്പം തേനി ഹൈവേ റൂട്ടില് ചിന്നമന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്താണ് നമ്മൾ മേഘമലയിലേക്ക് പോകുന്നത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള വഴിയാണ്. ബിക്കോസ് രണ്ട് സൈഡിലും നമുക്ക് കാറ്റാടിപ്പാടങ്ങൾ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ കൃഷി സ്ഥലങ്ങളും പിന്നെ തമിഴ്നാടിൻ്റെ ഒരു ഗ്രാമീണ ഭംഗി എന്ന് പറയുന്നത് അത് നമുക്ക് ആക്ച്വലി ഇവിടെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. മേഘമല എന്ന് പറയുന്നത് ഒരു ടൈഗർ റിസർവ് കൂടിയാണ്. സോ ഇവിടത്തേക്കുള്ള എൻട്രി ടൈം 6 AM to 6 PM വരെയാണ്. ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷമാണ് നമുക്കിതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ സ്റ്റേ എടുത്ത് നിൽക്കേണ്ടതാണ്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്ലാസ്റ്റിക് കവേഴ്സ് ഒന്നും അലൗഡ് അല്ല. ഫുഡ് സ്പോട്സ്, ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഹെയർ പിൻസ് തുടങ്ങുന്നതാണ്. അപ്പോൾ ഹെയർ പിൻസ് കയറി മുകളിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഇവിടുത്തെ വ്യൂസൊക്കെ അങ്ങോട്ട് മാറിയിട്ട് നല്ല കിടിലം വ്യൂ ഒക്കെ അങ്ങോട്ട് തുടങ്ങാൻ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ആനയെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. സോ ഞങ്ങൾ ഇറങ്ങി ആനയുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. കാട്ടുപോത്തിനെയും സിംഹവാലൻ കുരങ്ങിനെയും അങ്ങനെ നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ ഒരുപാട് വന്യജീവി മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് വട്ടവടയൊക്കെ പോലെ ഒരു 1 way in 1 way out സെറ്റപ്പാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരാനും പോകാനും ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെക്ക് പോസ്റ്റ് ഇങ്ങോട്ട് എൻ്റർ ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 30-35 കിലോമീറ്റേഴ്സ് നമുക്ക് ആ യാത്ര ചെയ്തിട്ട് മഹാരാജമേട്ട് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റിൻ്റെ അവിടെ വരെ പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ വരെ പോയിട്ട് ആ വ്യൂവും കണ്ടിട്ട് നമുക്ക് തിരിച്ച് ഇതേ റൂട്ടിൽ കൂടെ തന്നെ ചെക്ക് പോസ്റ്റ് ഇറങ്ങി തിരിച്ച് പോകേണ്ടതാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ വരവിൻ്റെ ഉദ്ദേശം നടത്തണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചായ പറഞ്ഞു. അപ്പോൾ ഇവിടെ ചായ കടയായിട്ടല്ല, മീൻസ് അവർ ചായ ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ഇവിടെ കിട്ടണത്. അല്ലാതെ നമുക്ക് സ്പോട്ടിൽ ചായ ഉണ്ടാക്കി കിട്ടുന്ന സെറ്റപ്പ് അല്ല. ഓക്കെ, ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചൊക്കെ ഇവിടെ നിന്ന് കുറച്ചേരം വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു. തേനിന്ന് ഇങ്ങോട്ട് നമുക്ക് തമിഴ്നാട്ടിലും ബസ്സൊക്കെ അവൈലബിൾ ആണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടി നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു, ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് മൂന്നാർ പോലെ നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റാണ്. ഞാനിവിടെ എത്തിയത് ഒരു ഉച്ച ടൈമിലാണ്, പക്ഷെ അപ്പോഴും ഇവിടെ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെയിലൊന്നും അങ്ങനെ കിട്ടണില്ല, ഏകദേശം ഒരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡിസംബർ ടൈം അല്ലെങ്കിൽ മഴ ടൈമിലൊക്കെ നമ്മളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ക്ലൈമറ്റ് കിട്ടുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ഈ ടൈമിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിൽ വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ വ്യൂ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. കോടയൊന്നും ഇല്ലാത്തിരിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതലായിട്ടും വ്യൂസൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റണത്. അതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിൽ വന്നത്. ഇപ്പോൾ മഹാരാജമേട്ട് വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് തമിഴ്നാട്ടിലുള്ള ആ ഒരു വ്യൂ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. പിന്നെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലെ മലനിരകളും നല്ല അടിപൊളി ഒരു വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ ചെറിയ യാത്രാ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.